മാസപ്പടി വിവാദത്തിൽ കെഎസ്ഐഡിസിയെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയത് ആർഒസി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെന്ന് കേന്ദ്ര സർക്കാർ. ആർഒസി എറണാകുളം യൂണിറ്റിന് ലഭിച്ച പരാതിയിൽ കെഎസ്ഐഡിസി വ്യക്തമായ മറുപടി നൽകിയില്ല. സിഎംആർഎല്ലുമായി ദൈനംദിന ഇടപാടുകളില്ലെന്നാണ് കെഎസ്ഐഡിസി പറഞ്ഞത് എന്നും, എന്നാൽ സിഎംആർഎൽ ബോർഡിൽ കെഎസ്ഐഡിസി നിർദ്ദേശിച്ച ഡയറക്ടറും ഉണ്ടായിരുന്നുവെന്നും കേന്ദ്രം. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യമുള്ളത്. ഷംന അശോകുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷംന, എന്താണ് സത്യവാങ്മൂലത്തിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ? രേഷ്മ, മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് കെഎസ്ഐഡിസിയെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് ആ സ്ഥാപനത്തിനെ അപകീർത്തിപ്പെടുത്താനാണ് എന്നുള്ളതാണ് കെഎസ്ഐഡിസി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൈക്കോടതിയിൽ വാദിച്ചുകൊണ്ടിരുന്നത്. ഈ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് രേഖകൾ പിടിച്ചെടുക്കുന്നതിനെതിരെ ഉൾപ്പെടെ കെഎസ്ഐഡിസി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇന്നാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. ഈ സംഭവം ആദ്യം, അതായത് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആദ്യം പരാതി ലഭിക്കുന്നത് ആർഒസിക്കാണ്. ആർഒസിയുടെ ബംഗളൂരു, എറണാകുളം യൂണിറ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കെഎസ്ഐഡിസിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇക്കാര്യത്തിൽ കെഎസ്ഐഡിസിയുടെ വിശദീകരണം തേടിയിട്ടുള്ളതാണ് എറണാകുളം യൂണിറ്റ്. എന്നാൽ 7 ദിവസങ്ങൾക്കുള്ളിൽ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കെഎസ്ഐഡിസി വ്യക്തമായ മറുപടി നൽകിയില്ല. അതിനുശേഷമാണ് ഇമെയിൽ മുഖാന്തരം ഒരു മറുപടി കെഎസ്ഐഡിസി ആർഒസി എറണാകുളം യൂണിറ്റിന് നൽകുന്നത്. ആ മറുപടിയിലും സിഎംആർഎല്ലുമായി ഷെയർ ഹോൾഡർ ആണ് എന്നുള്ള നിലയ്ക്കുള്ള മറുപടിയാണ് നൽകിയിട്ടുള്ളത്. അതായത് ദൈനംദിന ഓപ്പറേഷനുകളിലോ സിഎംആർഎല്ലുമായി ബന്ധപ്പെട്ട മറ്റ് സാമ്പത്തിക ഇടപാടുകളിലോ ബന്ധമില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആർഒസി എറണാകുളം യൂണിറ്റിന് ലഭിച്ചിട്ടുള്ള പരാതി ഗുരുതരമായിരുന്നു. ആ പരാതിയിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഷെയർ ഹോൾഡർ, ഏറ്റവും വലിയ രണ്ടാമത്തെ ഷെയർ ഹോൾഡർ ആണ് കെഎസ്ഐഡിസി. മാത്രമല്ല 13.4% ഓഹരി ഈ കെഎസ്ഐഡിസിക്ക് സിഎംആർഎൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ കെഎസ്ഐഡിസിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് പരാതി. അക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി നൽകാൻ കെഎസ്ഐഡിസിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആർഒസി ബംഗളൂരു യൂണിറ്റും എറണാകുളം യൂണിറ്റും കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കെഎസ്ഐഡിസി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. മാത്രമല്ല കെഎസ്ഐഡിസി പ്രധാനമായും ഹൈക്കോടതിയിൽ ആരോപിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സോ എടുക്കുകയാണെങ്കിൽ തങ്ങളോട് നേരത്തെ അത് നോട്ടീസ് നൽകേണ്ടതുണ്ട്. എന്നാൽ അത്തരം ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആർഒസിയുടെ അന്വേഷണത്തിൽ നിന്ന് തന്നെ കെഎസ്ഐഡിസിക്ക് സമയം നൽകിയത് വ്യക്തമാണ് എന്നുള്ളതാണ് കേന്ദ്രം പറയുന്നത്. ഏതായാലും കേന്ദ്രം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിന്റെ പകർപ്പാണ് മീഡിയ വണ്ണിന് ലഭിച്ചിട്ടുള്ളത്. ഇനി 2 ആഴ്ചകൾക്ക് ശേഷമായിരിക്കും ഈ ഹർജിയിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കുക. രേഷ്മ. ശരി ഷംന.